പി ആൻഡ് ജെ ഫിനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ, ഞങ്ങൾ ടൂറ് പോയപ്പോഴേ അവിടെ ഗാർഡൻ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ പൂക്കൾ കൊണ്ട് ഓരോ ഇതും നമ്മൾ ഇവിടെ ചെടി ഇതായിട്ട് മാത്രമല്ല, ഇതിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് തുടക്കം ഇതാണ്. അങ്ങനെ അവരിങ്ങനെ പൂവിനെ കൊണ്ടൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ല ഭംഗി തോന്നി. നമ്മളെ പാലസിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, മൈസൂർ പാലസിൻ്റെ തൊട്ടിപ്പുറത്താണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാത്തിനും വേറെ വേറെ എൻട്രി ഇതാണ് കേട്ടോ, പൈസ നമുക്ക് കയറാനൊക്കെ ആയിട്ട്. പക്ഷേ എന്നാൽ നമ്മളിത് കാണുമ്പോൾ അറിയാണ്ടെങ്കിൽ കയറി ഒന്ന് കണ്ടു ഇങ്ങോട്ട് ആ പൂവിൻ്റെ എല്ലാം ഭംഗിയുണ്ട. ഒന്നുമില്ല, ഒരു ചെറിയ ഇതിൽ വെറുതെ ഇതായി കിടക്കുകയാണ്. പക്ഷേ അതെല്ലാം കൂടെ അങ്ങ് മൊത്തം കാണുമ്പോഴേ നല്ല ഭംഗി. മയിലിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ, ഇത് പൂവിനെ കൊണ്ട് ചെയ്ത് വെച്ചതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്ത ഭംഗിയാണ്. കണ്ട ഇതൊക്കെ കണ്ട എന്താ ഭംഗി നോക്കിയേ. ഇതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. അതിനകത്ത് നമ്മളെ ശിവലിംഗം ഇല്ലേ, അതുപോലെയൊക്കെ ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ ഉള്ളിൽ. ഇതല്ല ഏട്ടാ, ഇത് നേരത്തെ പറഞ്ഞാൽ ആ പൂവിനെ കൊണ്ട് ചെയ്ത് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്ത് വെക്കണേ അതൊരു കഴിവ് തന്നെയല്ലേ അല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എന്തോരം ഭംഗിയാണ്. കുറേ സമയം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കയറിയിട്ട് ഇറങ്ങാൻ തോന്നില്ല, നല്ല പൊരു വെയിലായിട്ടാ. ഇന്നലെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നു. കണ്ട അതിൻ്റെ ഭംഗി കാണുമ്പോൾ ഇപ്പം ഇതൊരു തണലൊക്കെ ആണെങ്കിലില്ലേ നമ്മൾ ഒത്തിരി സമയം അറിയാണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു ഭംഗിയായിരുന്നു. എനിക്കൊന്ന് തെർമോക്കോൾ വെച്ചിട്ട് ചെയ്തിട്ട് പൂവിങ്ങനെ കുത്തി വെച്ചേക്കാണ് തോന്നുന്നുണ്ടേ. അതുപോലെ തോന്നുകേട്ടെ. ഇതെല്ലാം കണ്ട എന്തൊരു ഭംഗിയെന്നറിയാം അതിൻ്റെ കയ്യിൽ കാണാനായിട്ട്. എന്തോരം ആൾക്കാരാണെന്നറിയാം വന്നു പോകുന്നത്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായില്ല. ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം നിന്നിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുക്കാൻ നമ്മൾ ഒരുപാട് ഇതായി. പക്ഷെ എന്നാലും എല്ലാ സ്ഥലം കണ്ട് ഇങ്ങനെ ആളിങ്ങനെ നിൽക്കുകയാണ് ഓരോ ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. അപ്പം അത് കാരണം അവിടെ വരുന്ന ആൾക്കാർ മൊത്തം ഇവിടെ കയറിയിട്ടാണ് പോകുന്നത്. കഴിയത് എന്താ പറയുക, അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഇത് ചെടി വാങ്ങിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് കാണാൻ മാത്രമുള്ളതാണ്, വാങ്ങിക്കാൻ കണ്ട പൂവിനെ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ചട്ടിയിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ അതിനെ കൊണ്ട് വരച്ച് വെച്ചേക്കുന്നത്. അത് കണ്ട നേരത്തെ ഞാൻ കാണിച്ചത് ആ പൂവാണിത്. നിറച്ചുണ്ട് അതിവിടെ. കണ്ട ഒരു കുഞ്ഞൊരു ഇലാണത്, പക്ഷേങ്കിൽ അതൊരു ഭംഗി കാണുമ്പോഴും നല്ല ഇതൊക്കെ കണ്ട എന്തോ ഭംഗി. ഇതൊക്കെ നമുക്ക് ശരിക്കും കാണുമ്പോഴേ നമ്മൾ എടുത്തുകൊണ്ട് വരാൻ തോന്നും. കണ്ട പൂവിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രസമാണ് അവിടെ പോയിട്ട് ഇതൊക്കെ കാണുമ്പോഴേ. ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ കറങ്ങിയിട്ടാ, പക്ഷേ വെയിലായിട്ട് നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഇതുണ്ട് ഒരു മരത്തിൻ്റെ ഇതുപോലെ ചെയ്തിട്ട് അതുമല്ലൊക്കെ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ പൂവിനെ കൊണ്ട്. അത്രയും ഇത് വേണം. അത് ഞങ്ങൾ പോയപ്പോഴൊക്കെ ഇച്ചിരി വാട്ടം വന്നിട്ടുണ്ടായി അതിനൊക്കെ, എന്നിട്ട് പോലും ഇത്രയും ഭംഗിയുണ്ട്. അപ്പം അത് ഉണ്ടാക്കി ആ ദിവസം എന്ത് ഭംഗിയായിരിക്കും. ആമേനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ട നല്ല ഭംഗിയില്ലേ. ഇതാ കണ്ട എന്താ ഭംഗി എന്നറിയാം. അതൊക്കെ എങ്ങനെ അങ്ങ് കാണുമ്പോൾ മയിൽ അതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടാ. വെയിലത്തായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആന വെയിലത്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല വീഡിയോ ഒന്നും. ഇത് നമ്മളെ ഈ മത്തൻ, അതുപോലെ തണ്ണിമത്തൻ, അല്ലാത്ത മത്തനില്ല അത്, വെള്ളരിക്ക, അങ്ങനെ എന്തൊക്കെയോ സാധനം കൊണ്ട്, ക്യാരറ്റ്, അതിനെ കൊണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. പൂക്കൾ, അതുപോലെ ആളെ വരച്ച് വെച്ചേക്കുന്നു. പിന്നെ അവിടുത്തെ രാജാവിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായി. ഇത് തൊപ്പി പോലെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചേക്കാണ്. കുറേ സ്ഥലമുണ്ട് കേട്ടോ നടന്ന് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ.